ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ക്രിസ്ത്യാനികളിലും ആർജവമുള്ള പുരോഹിതന്മാരുണ്ട് എന്ന് നമ്മുടെ ആന്റണി തറേക്കടവിലച്ചൻ തെളിയിച്ചിരിക്കുകയാണ്. ഒരുത്തനും തുപ്പുന്നതും തൂറുന്നതും തിന്നേണ്ട കാര്യം നമുക്കില്ല. നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടികളെ മുറിയന്മാര് കണ്ണും കൈയും കാണിച്ച് കബളിപ്പിച്ച് പെരുവഴിയിലാക്കുമ്പോൾ അവർക്ക് കുട്ടികളെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവന്മാര് വേറെ പെണ്ണുങ്ങളെയും ഹണിമൂണും തേടി പോകുമ്പോൾ അന്തം വിട്ട് അണ്ടിക്കണ്ണ് മുരുട്ടി നിൽക്കേണ്ടവരല്ല നിങ്ങൾ എന്നുള്ള വലിയ സന്ദേശമാണ് ആന്റണി അച്ഛൻ നൽകുന്നത്. നിങ്ങൾ ഹലാല് തിന്നണോ വേണ്ടയോ അത് നിങ്ങളുടെ തീരുമാനം മാത്രമാണ്. എന്നാൽ ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ബൈബിള് ദൈവിക ഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഈ വൈദികന്റെ വാക്കുകൾ ചെവിയോർക്കുക തന്നെ വേണം. ഇതുവരെ കൃത്യമായ രൂപത്തിലുള്ള പ്രതിയോഗിയെ കിട്ടാതെയാണ് ഇസ്ലാമിക പുരോഹിതന്മാർ നിറഞ്ഞാടിയിരുന്നത്. യേശു പിഴച്ചുപെറ്റ ആളാണ് എന്ന് പറഞ്ഞപ്പോൾ, ദൈവപുത്രനാണ് എന്ന് പറഞ്ഞപ്പോൾ, ബൈബിളിന്റെ ദൈവികതയെ ഇവര് പോസ്റ്റ്മോർട്ടം ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ ഒരിക്കലും ഇസ്ലാമിലെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വാപ്പയാരാണ് എന്ന് ചോദിക്കാനുള്ള തന്റെ ഇടവും ആർജവവും അറിവും ക്രിസ്ത്യൻ സമുദായത്തിന് ഇല്ലാതെ പോയി. അബ്ദുള്ള എന്ന് പറയുന്ന പിതാവ് മരണപ്പെട്ട് 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ആമിന പ്രസവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം, കുന്നിൻ ചെരുവിലെ ഈത്തപ്പന എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദിന്റെ ജനനത്തെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യം ഇന്ന് ക്രിസ്ത്യൻ സമുദായത്തിന് അറിയാം. അവർ ചോദിക്കും, എങ്ങനെയായിരിക്കണം ക്രിസ്ത്യാനികൾ എന്നതിന്റെ തെളിവും മാതൃകയുമാകുകയാണ് ആന്റണി തറേക്കടവിലച്ചൻ. കേൾക്കാം. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹലാൽ ഭക്ഷണം കഴിക്കുന്നത്? എല്ലാവരും കഴിക്കുന്നുണ്ടാവുകയില്ല. എന്തുകൊണ്ടാണ് ഹലാൽ ഭക്ഷണം കഴിക്കുന്നത് പാപമാകുന്നത് എന്ന് പറയാം. ക്രിസ്തുവിന് മുമ്പ് 1000 വർഷങ്ങൾക്ക് 1300കളിൽ മോശയ്ക്ക് ദൈവം ഞാൻ യാഹ്വയാണ്, കർത്താവാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല, ഞാനാണ് സത്യദൈവം, ഇതാണ് എന്റെ എന്നേക്കുമുള്ള നാമം എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന് മുമ്പ് 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷം ഈ യഹൂദര് പിന്നീട് സാവധാനം പല നാടുകളിൽ എത്തിപ്പെട്ട കൂടെ അറേബ്യയിലും എത്തിപ്പെട്ടിരുന്നു. അതെങ്ങനെ തെളിയിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്തിട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിക്കും. അദ്ദേഹം ബൈബിളും ഖുർആനും ഇസ്ലാമിലെ ഇതര ഗ്രന്ഥങ്ങളും ഒക്കെ നല്ല രൂപത്തിൽ പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഈ വിഷയത്തെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ പേരിൽ അറുത്ത ഭക്ഷണം എങ്ങനെ ക്രിസ്ത്യാനികൾ കഴിക്കും? അല്ലാതെ വേറെ ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദേവന്റെ പേര് പറഞ്ഞുണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഭക്ഷിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് തിന്മയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തെ തിരസ്കരിച്ച ഭക്ഷണമാണത്. ഭക്ഷണമോ എന്ത് സാധനമായിക്കൊള്ളട്ടെ, നിങ്ങളൊരു മുസ്ലിമിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവരുടെ കർമ്മം അനുസരിച്ച്, അവരുടെ ഈ ഹലാൽ അനുസരിച്ച് ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറിച്ചാണ്. അങ്ങനെ ഒരു മുദ്രയുള്ള ഒരു സാധനം ഉപയോഗിച്ചുകൂടെ വിശ്വാസമുള്ളവർ. ഇനി അങ്ങനെ ഇത് തിന്മയാണെന്ന് പറയാൻ കാരണം ഇത് സത്യദൈവത്തെ നിരസിച്ചതാണ്. ഈ ദൈവം ഇല്ലെന്ന് പറഞ്ഞതാണ്. ധൂപം അർപ്പിച്ചവർക്ക് അർപ്പിക്കാൻ പറ്റാത്തവർക്ക്, നിങ്ങൾ മക്കമാരുടെ പുസ്തകം വായിച്ചാൽ 2-ാമത്തെ മക്കമാരുടെ പുസ്തകം 7-ാം അധ്യായം വായിച്ചാൽ ഒരമ്മയുടെയും 7 മക്കളുടെയും കഥ ഇവിടെ കാണാം. 6-ാം അധ്യായം വായിച്ചാൽ കർത്താവിന്റെ അവർക്ക് പന്നിമാംസം ഭക്ഷിക്കാൻ നിഷിദ്ധമാണ്. അപ്പോ എലയാസറിനോട് പറയുന്നത് 90 വയസ്സായി അയാളോട് പറയുന്നത്, നീ പന്നിമാംസം ഒന്നും കഴിക്കണ്ട, നീ പന്നിമാംസം എന്ന രൂപയാണ്, നിനക്ക് അനുവദനീയമായ ഭക്ഷണം കഴിച്ച് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞത്. എലയാസർ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ നിയമത്തിനെതിരെ ഞാൻ ഒന്നും പ്രവർത്തിക്കുകയില്ല. ഇങ്ങനെയുള്ളവരുടെ പരമ്പരയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. രണ്ടാമത് എന്തുകൊണ്ടാണ് അശുദ്ധമാണെന്ന് ചോദിച്ചാൽ, ഞാൻ അടുത്ത ദിവസങ്ങളിൽ മുഹമ്മദിന്റെ ജീവിതത്തെ കുറിച്ച് കുറച്ച് പഠിക്കുകയായിരുന്നു. മുഹമ്മദിന്റെ ജീവിതം നോക്കിയാൽ ഈ ഹീറാ ഗുഹയിൽ ദർശനം ഉണ്ടാകുന്നതിന് മുമ്പ് മുഹമ്മദ് നല്ല മനുഷ്യനായിരുന്നു. അൽ-അമീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഖദീജ ഈ യുവാവിനെ ജോലിക്ക് വെക്കുമ്പോഴും അവൻ വിശ്വസ്തനായിരുന്നു, കച്ചവടത്തിന് പോകുമ്പോഴും വിശ്വസ്തനായിരുന്നു. പിന്നീട് അതിനുശേഷം ഈ ദർശനം ഉണ്ടായതിനു ശേഷം ഖദീജ തന്നെ കല്യാണം പ്രപ്പോസ് ചെയ്യുന്നു, കല്യാണം കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞ ദർശനങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ലോകത്തിൽ സാധാരണ മനുഷ്യന് അവിടെ ഉണ്ടായിരുന്ന അറബികൾക്ക് പോലും ചേരാത്ത, ധാർമ്മികതയ്ക്ക് ചേരാത്ത പ്രവൃത്തികൾ അദ്ദേഹം ചെയ്തത്. അപ്പോ ഈ ഹലാലിന്റെ പുറകിൽ നിൽക്കുന്ന ദേവൻ ആരാണ് നിങ്ങൾക്ക് മനസ്സിലാവും? സത്യദൈവത്തെ നിഷേധിക്കുന്ന ദേവൻ ആരാണ്? ആ ദേവൻ ഉള്ളിലേക്ക് കയറിയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഹലാൽ കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഈ ജസ്റ്റിസ് കുര്യൻ ജേക്കബ് ജോസഫിനോട് കൊടുത്തു വാങ്ങാന്ന നമ്മുടെ നാട്ടിൽ പറയാ ചില കാരണവന്മാരുണ്ട്. എനിക്കുള്ളത് ഇങ്ങോട്ട് തായോ എന്ന് പറഞ്ഞ് ചോദിച്ചവർ അവർക്കുള്ളത് വാങ്ങിച്ചിട്ടേ പോകും. ഇതും അത് തന്നെയാണ്.
ക്രിസ്ത്യൻ സമുദായത്തെ ഒരു കാര്യവുമില്ലാതെ കയറി ചുറിഞ്ഞതാണ്. ഇപ്പൊ അവര് കയറി മാന്തി പൊളിക്കുക. ഇത്രയും ആർജവമുള്ള മതപുരോഹിതർ ക്രിസ്ത്യൻ സമുദായത്തിലുണ്ട് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിച്ചിരുന്നോ? ഇതിനൊക്കെ നന്ദി പറയേണ്ടത് നമ്മുടെ എം അക്ബർ സാഹിബിനോടൊക്കെയാണ് കേട്ടോ. കാരണം ആ സാഹിബാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു വൈകാരികതയെ പുറത്തെടുത്തിട്ടത്. അവരുടെയൊക്കെ ഇസ്ലാമിക വിജ്ഞാനം എത്രത്തോളം ഉണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ ഒരു സ്കോപ്പ് ഉണ്ടാക്കി കൊടുത്തത് അവരാ. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ജഡ്ജിയായിരുന്നു. നമ്മുടെ ഈ എറണാകുളം ഭാഗത്തുള്ള ഒരു ജഡ്ജിയാണ്. ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഇദ്ദേഹത്തോട് ഒരിക്കൽ ഈ ഷക്കീന ചാൻ അല്ലേ അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പെന്തക്കുസ്ത കുടുംബങ്ങളിലൊന്നും പെമ്പിള്ളേര് ചാടിപ്പോകാത്തത്, എന്നാൽ കത്തോലിക്കരുടെ കുടുംബങ്ങളിൽ എന്തുകൊണ്ടാണ് കണ്ടമാനം പെമ്പിള്ളേര് ചാടിപ്പോകുന്നത് ചോദിച്ചു. ഇത് നിങ്ങൾക്ക് യൂട്യൂബിലെ കിടപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ദൈവസ്നേഹത്തിന്റെ കുഴപ്പമാണ്. ദൈവസ്നേഹമുള്ളവർക്ക് ഇത് ഒതും കണക്കാന്ന് പറഞ്ഞ് ചാടിപ്പാൻ പറ്റില്ല. അവർ പോകാറില്ല. കത്തോലിക്ക കുടുംബങ്ങൾ നമുക്ക് ഹലാലാലും കുഴപ്പമില്ല, ഇല്ലേലും കുഴപ്പമില്ല, നമ്മളെല്ലാം കഴിക്കുന്നു. ഏത് ദേവനാണ് സത്യം എന്ന് നമുക്ക് അറിയാൻ മേലാതെയായി. നമുക്ക് സത്യം തിരിച്ചറിയാൻ മേലാതെയായി. കാരണം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഈ ദൈവത്തിന്റെ കൃപയൊന്നുമല്ല. നമ്മൾ എന്താണ് മാമോദീസയുടെ അവസരത്തിൽ, നിങ്ങൾ മാമോദീസ കൂടിയിട്ടുണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞത് പ്രായമായപ്പോൾ കൂടിയിട്ടെങ്കിലും ഉണ്ട്. എന്താണ് നമ്മുടെ സീറോ മലബാർ സഭയിലാണെങ്കിൽ ചോദിക്കുന്നത്? പിശാചിന്റെ ദാസത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഒന്ന്. രണ്ടാമത്തത്, പാപമാർഗങ്ങൾ നീ ഉപേക്ഷിക്കുന്നുവോ? മൂന്നാമത്തത്, മിശിഹായെ രക്ഷകനായി നീ സ്വീകരിക്കുന്നുവോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴാണ് ഒരാൾ ക്രിസ്ത്യാനിയാകുന്നത്. നമ്മളിങ്ങനെ ഇതെല്ലാം കണക്കാണെന്ന് പറഞ്ഞ് ജീവിച്ച് ഈ അടുത്ത കാലത്ത് യൂട്യൂബിൽ വന്നതാണ് ഒരു മുസ്ലിം സഹോദരൻ, പേരുകെട്ട മുസ്ലിം സഹോദരൻ, വളരെ ശാന്തമായിട്ട് പറയുകയാണ്, എന്റെ വീട്ടിലുള്ള ചേട്ടൻ കെട്ടിയത് ക്രിസ്ത്യൻ അച്ചായത്തിയാണ്, ഞാൻ കെട്ടിയത് അങ്ങനെയാണ്, എന്റെ മക്കളും അങ്ങനെയാണ്, അച്ചായത്തിമാരെയാണ് വളയ്ക്കാൻ ഏറ്റവും എളുപ്പം. നമ്മളിങ്ങനെ ജീവിച്ച് നമ്മുടെ കുടുംബങ്ങളിലെ പെൺപിള്ളേർക്ക് ആർക്കും വളച്ചെടുക്കാവുന്ന വെറുതെ വസ്തുക്കളായിട്ട് നമ്മൾ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞു. ഈ ആഴ്ചയിൽ ഒരു യൂട്യൂബ് വീഡിയോ വന്നല്ലോ, നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടാവും. പിള്ളേരെ കാണണം. ഒരു അച്ഛൻ എറണാകുളത്ത് കാക്കനാടിന് പ്രസംഗിക്കുന്നതാണ്. എന്താ കാര്യം? ഒരു പെണ്ണിനെ കെട്ടാൻ വരുമ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാകാൻ തയ്യാറാണെന്ന് പറഞ്ഞ യുവാവ് വരുന്നു. എന്നിട്ട് മാമോദിസ മുങ്ങി പേര് രജിസ്റ്റർ ചെയ്തിട്ട് പൊട്ടുപോലെ വലിച്ചെറിയുന്നു. നമ്മുടെ കൂതാശകളൊക്കെ പുല്ലുപോലെയാണ്. അവരത് എന്തും കാണിക്കും. അങ്ങനെയുള്ള ക്രിസ്ത്യൻ സമുദായത്തിലെ പെൺകുട്ടികളെ എങ്ങനെ വീഴ്ത്തണം എന്ന് കോച്ചിങ്ങും നേടി നമ്മുടെ കുട്ടികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതാണ് മുമ്പും ഒരു പാസ്റ്റർ പ്രസംഗിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് എനിക്കൊരു മുറിയനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് മുറിയനെ തന്നെ ക്രിസ്ത്യാനിയാക്കുകയും വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് പിന്നീട് ഇവർ തട്ടമിട്ട ഉമ്മച്ചിക്കുട്ടിയായിട്ട് പിന്നീട് മുമ്പോട്ട് പോയി ജീവിക്കാം. ഒടുവിൽ ആ പാസ്റ്റർ പെൺകുട്ടിയോട് മാപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സീനുണ്ട്. ഈ ഇടവകയിൽ പുരോഹിതനായിരിക്കെ എനിക്ക് നിന്നെ ഒന്ന് മാറ്റിയെടുക്കാനോ ക്രിസ്ത്യൻ സമുദായത്തിന്റെ വിശ്വാസങ്ങൾ എന്താണ് എന്ന് മോളെ നിന്നെ എനിക്കൊന്ന് പഠിപ്പിക്കാനോ കഴിഞ്ഞില്ലല്ലോ. അതിൽ ഞാൻ നിരുപാധികം പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ക്രിസ്ത്യൻ സമുദായത്തിലെ പെൺകുട്ടികളെ വീഴ്ത്താൻ ഏറ്റവും എളുപ്പമാണ്. അച്ചായത്തി പെൺകുട്ടികളെയാണ് വീഴ്ത്താൻ എളുപ്പം. ഏത് രൂപത്തിലാണ് വീഴ്ത്തേണ്ടത്? അതായത് ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് കുറച്ച് ലിബറൽ ആയിട്ടാണ് അവർ വളരുന്നത്. അവർക്ക് മതതീവ്രവാദത്തിന്റെ ആശയങ്ങൾ തലച്ചോറിലേക്ക് ഒരിക്കലും ആ കുടുംബ അന്തരീക്ഷത്തിൽ നിന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നു. മുസ്ലിം കൂട്ടുകാരെ നന്നായിട്ട് സ്നേഹിക്കാനും അവരുമായി സഹകരിച്ചും യോജിച്ചും മുന്നോട്ട് പോകാനും ഇവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് അതില് ഇവര് പെട്ടുപോകുന്നു. മുസ്ലിം കുട്ടികൾ അത് മുതലെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞും പഠിപ്പിച്ചും പ്രേരിപ്പിച്ചും ക്രമേണ ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. എപ്പോഴും അത് തന്നെ ചിന്തിച്ച് ഒടുവിൽ ഇവർ ഇസ്ലാമിന്റെ വക്താക്കളായി മാറുകയാണ്. തീർന്നില്ല. ഇവിടെയൊന്നുമല്ല ട്വിസ്റ്റ്. ഇത് ബൈനറി പ്ലാൻ ആണ്. മണി മാർക്കറ്റിലെ ബൈനറി പ്ലാൻ പോലെ ഈ പൊട്ടക്കിണറ്റിലേക്ക് വീണ ആളുകളുടെ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ് രണ്ടുപേരെ കൂടി അതിനകത്തേക്ക് തള്ളിയിടണമെന്നുള്ളത്. പിന്നീട് ഇവര് വലയുമായി ഇറങ്ങും. ഒരു ബാഗും ഇസ്ലാമിലെ പുസ്തകങ്ങളും ഒക്കെയായി ഇവരങ്ങോട്ട് ഇറങ്ങും. എന്തിന്? ക്രിസ്ത്യൻ സമുദായത്തിലെ കൂടുതൽ കുട്ടികളെ വലവീശി പിടിക്കാൻ. ആരാ ഇതിന് കാരണമുണ്ടാക്കുന്നത്? ഇതിന് സാഹചര്യം ഉണ്ടാക്കുന്നത് ആരാണ്? ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം നന്നായി.
അതിനു മുമ്പ് സ്വന്തം മതത്തിന്റെ ദർശനങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പഠിക്കാൻ ഒരല്പം സമയം ഒന്ന് ബാക്കി വെക്കണം. നന്ദി.